നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകോത്തര കാഴ്ചകൾ ഒരുക്കി ദുബായ് എക്സ്പോ പൊടിപൊടിക്കുമ്പോൾ നിരവധി പേരാണ് സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. കോടിക്കാഴ്ചക്കാരെ പിന്നിട്ട ദുബായ് എക്സ്പോ അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴിതാ ദുബായ് എക്സ്പോ 2020 പങ്കെടുത്ത സന്തോഷം പങ്കുവെച്ച് സിനിമാ താരവും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാർ രംഗത്തെത്തിയിരിക്കുന്നു. കൃഷ്ണകുമാറും മക്കളായ ഇഷാനി, ദിയ എന്നിവരോടൊപ്പമാണ് ദുബായ് എക്സ്പോ കാണാനെത്തിയത്. എക്സ്പോയിലെത്തിയ കൃഷ്ണകുമാറും മക്കളും ഇന്ത്യൻ പവലിയൻ സന്ദർശിക്കുകയുണ്ടായി. 28 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യയുടെ കല, സംസ്കാരം, സാഹിത്യം, സിനിമ, പാചകരീതി എന്നിവ ഇന്ത്യ പവലിയനിൽ പ്രദർശിപ്പിക്കുകയാണ്. ഇതൊരു സുന്ദരമായ ദിവസമായിരുന്നു. ഞങ്ങളിപ്പോൾ ദുബായിലെത്തി. ദുബായ് എക്സ്പോയിലെ ഇന്ത്യൻ പവലിയനിലേക്ക് ഞങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോയ എല്ലാ സംഘാടകർക്കും നന്ദി. ഒരു ഇന്ത്യക്കാരനായതിനാൽ എനിക്ക് അഭിമാനം തോന്നുന്നുവെന്നാണ് ദുബായ് എക്സ്പോയിലെ ഇന്ത്യൻ പവലിയൻ സന്ദർശിച്ച കൃഷ്ണകുമാർ പറഞ്ഞത്. എക്സ്പോയെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ അതെങ്ങനെയായിരുന്നുവെന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ലായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമാണ് എക്സ്പോ. ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ എനിക്ക് നമ്മുടെ സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയൂ എന്ന് ഇന്ത്യൻ പവലിയൻ കണ്ടപ്പോൾ തോന്നി. ഇന്ത്യൻ പവലിയനിലെ മിസോറാം വിഭാഗമാണ് ഏറ്റവും മനോഹരമെന്ന് ഇഷാനി കൃഷ്ണ പറഞ്ഞു. ഇതാദ്യമായിട്ടാണ് ഞാൻ ദുബായ് എക്സ്പോയിൽ പങ്കെടുക്കുന്നത്. എക്സ്പോയെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, എന്നാൽ എക്സ്പോ എന്താണെന്ന് ശരിക്കും അറിയില്ലായിരുന്നു. ഇന്ന് എനിക്ക് ഇന്ത്യൻ പവലിയൻ സന്ദർശിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒരു ഇന്ത്യക്കാരിയാണെന്നുള്ളതിലും എൻ്റെ അച്ഛൻ്റെ മകളായതിലും ഞാൻ അഭിമാനിക്കുന്നു. ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവുകൾ നിറച്ച ഇന്ത്യൻ പവലിയൻ സന്ദർശിച്ചത് മനോഹരമായ ഒരു അനുഭവമായിരുന്നു. മറ്റ് പവലിയനുകളും സന്ദർശിക്കണമെന്നാണ് ആഗ്രഹമെന്നും ദിയ കൃഷ്ണ പറഞ്ഞു. അതേസമയം അഹാന കൃഷ്ണകുമാർ ചെന്നൈയിലായതിനാലാണ് എക്സ്പോയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക മേളകളിൽ ഒന്നായ ദുബായ് എക്സ്പോയിൽ ഇതിനോടകം എത്തിയവരിൽ കൂടുതൽ പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്ന കണക്കുകളും പുറത്തു വന്നിരുന്നു. അതിൽ മലയാളികളാണ് ഏറെയുമുള്ളത്. ദുബായ് എക്സ്പോയോടൊപ്പം തന്നെ ഇന്ത്യൻ പവലിയനും ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.